ഇപ്പോൾ എ കെ ആന്റണി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതിൽ കൂടി അവർക്ക് കൂടുതൽ ജനപിന്തുണ ഉണ്ടാകണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കണം. അതവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കേന്ദ്രത്തിൽ ഭരണം പിടിച്ചെടുത്ത അന്ന് മുതൽ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്, കോൺഗ്രസ് മുക്ത ഭാരതം. അതാണ് അവരുടെ ലക്ഷ്യം. കാരണം അവർക്ക് കോൺഗ്രസ് ഇല്ലാതായാൽ, കോൺഗ്രസ് ദുർബലമായാൽ പിന്നെ ആരെയും ഭയപ്പെടാനില്ല. ദേശീയ തലത്തിൽ അവർക്ക് നേരെ വെല്ലുവിളിയുമായി വരുന്ന മറ്റൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയില്ല. പിന്നെയെല്ലാം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. BJP ശക്തമായ എല്ലാ സ്റ്റേറ്റുകളിലും കേന്ദ്രത്തിലും നേർക്കുനേരെ പോരാടുന്നത് കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി, വർഗീയ അജണ്ടയ്ക്കെതിരായി, സാമ്പത്തിക നയങ്ങൾക്കെതിരായി അതിശക്തമായ നിലയിൽ പോരാട്ടം നടത്തുന്നത്. പാർലമെൻറ്റിനകത്തും പുറത്തും എല്ലാ സമരങ്ങളുടെ മുമ്പിൽ കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തണം. പാർലമെൻറ്റിനകത്ത് മാത്രമല്ല, പുറത്ത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ BJP ശക്തമായ എല്ലാ സ്റ്റേറ്റുകളിലും BJPയുടെ എതിരാളി കോൺഗ്രസ് മാത്രമാണ്. കർണാടകത്തിൽ BJPയുടെ എതിരാളി കോൺഗ്രസ്സാണ്. ഗോവ അവർ ഭരിക്കുന്നതാണ്, കോൺഗ്രസ്സാണ് എതിരാളി. മഹാരാഷ്ട്ര കോൺഗ്രസ്സാണ് എതിരാളി. ഗുജറാത്ത് കോൺഗ്രസ്സാണ് എതിരാളി. മധ്യപ്രദേശ് കോൺഗ്രസ്സാണ് എതിരാളി. രാജസ്ഥാൻ കോൺഗ്രസ്സാണ് എതിരാളി. ഹരിയാന കോൺഗ്രസ്സാണ് എതിരാളി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ എതിരാളി കോൺഗ്രസ്സാണ്. കേന്ദ്രത്തിൽ അവരുടെ എതിരാളി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ നിരന്തരമായ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്തായി കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ ഒന്നിനു പിറകെ ഒന്നായി ഗൂഢാലോചന വഴി ഇന്നവർ തയ്യാറെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ ഒരു ഗവൺമെൻറ്റിനെ അവർ രാഷ്ട്രീയ ഗൂഢാലോചന കൂടി പുറത്താക്കി. ഉത്തരാഖണ്ഡിലെ ഒരു ഗവൺമെൻറ് പുറത്താക്കി. അതിൻ്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതി നടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും താഴെ ഇറക്കുക, കോൺഗ്രസ് ഒരിടത്തും ജയിക്കാതിരിക്കുന്നതാണ് BJPയുടെ മുഖ്യ അജണ്ട. കേരളത്തിലും പ്രധാനമന്ത്രിയും അമിത്ഷാ കൂട്ടുകെട്ടും കേന്ദ്രമന്ത്രിസഭ ഒന്നടങ്കവും BJP MPമാരും RSSൻ്റെ സംഘപരിവാറിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും ആളും അർത്ഥവും കേരളത്തിലേക്ക് ഓടിയെത്തുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. വർഗീയ ധ്രുവീകരണത്തിൽ കൂടി അവരുടെ ശക്തി കേരളത്തിൽ വർദ്ധിപ്പിക്കുക, കോൺഗ്രസ് ദുർബലപ്പെടുത്തുക. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇനി ഒരു ഗവൺമെൻറ് കൂടി ഇന്ത്യയിൽ ഉണ്ടാകരുത്. ഉള്ള ഗവൺമെൻറ്റുകളെ തകർക്കുക. അരുണാചലിലും ഉത്തരാഖണ്ഡിലും ചെയ്തതുപോലെ, ആസാമിൽ ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായിക്കൂടാ. അപ്പോൾ കേരളത്തിൽ UDFൻ്റെ ഒരു ഗവൺമെൻറ് ഉണ്ടാകാതിരിക്കുക തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കം, RSS നേതൃത്വത്തിലടക്കം അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കോൺഗ്രസ്സുകാരും UDFകാരും ശ്രമിക്കേണ്ടത്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ കെ ആന്റണി.